SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി ഫൈസൽ കങ്ങരപ്പടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആ സൈഡിൽ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ ഈ സദസ്സിന്റെ ഇങ്ങോട്ട് നീങ്ങി ഇറങ്ങി നമുക്ക് ജാലിക തീർക്കാനുള്ളതാണ്. ആ സൈഡിൽ നിൽക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ നമ്മുടെ ഈ സദസ്സിലേക്ക് ആ ബാക്ക് വശത്തേക്കൊക്കെ നീങ്ങി നിൽക്കുക. അവിടുന്ന് എല്ലാവരും കൂടി പോരും. സൈഡിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ നമ്മൾ ഈ സദസ്സിലേക്ക് വരിക. നമുക്ക് ജാലിക തീർക്കാനുള്ളതാണ്. സൈഡിൽ നിൽക്കുന്ന എല്ലാവരും ഈ സദസ്സിലേക്ക് വരിക. നമ്മുടെ ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ, സ്വാഗത സംഘ കമ്മിറ്റിയുടെ ചെയർമാൻ ആദരണീയനായ BH അബ്ദുൽ നാസർ സാഹിബ്, നമ്മുടെ ഈ മനുഷ്യജാലികയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന മുസ്ലിം കൈരളിയുടെ ആത്മീയ നായകൻ ആദരണീയനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഇവിടെ ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകുന്ന SKSSF ജില്ലാ പ്രസിഡന്റ് ആദരണീയനായ സയ്യിദ് ഷഫീഖ് തങ്ങൾ, വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ള ഈ പ്രദേശത്തിന്റെ പ്രിയങ്കരനായ MLA ബഹുമാന്യനായ VP സജീദൻ സാർ, ഫാദർ ഡോക്ടർ ജേക്കബ് മണ്ണാറപ്രായിൽ, ഈ ജമാഅത്തിന്റെ ഖത്തീബ് അബ്ദുറഹ്മാൻ അഹ്സനി ഉസ്താദ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ ഉമറുൽ ഫാറൂഖ് ഹുദവി ഉസ്താദ്, ഈ മഹത്തായ സമ്മേളനത്തെ ദുആ കൊണ്ട് ധന്യമാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം ആദരണീയനായ ES ഹസൻ ഫൈസി ഉസ്താദ്, വേദിയിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും സമാദരണീയരായ നേതാക്കൾ, മത സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതലെന്ന അതിമഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം കൈരളിയുടെ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുഗ്രഹീത വിദ്യാർത്ഥി പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഇതേ സമയത്ത് രാജ്യത്തിനകത്തും പുറത്തുമായിക്കൊണ്ട് 40ഓളം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള മനുഷ്യ ജാലിക സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷമായി ഒരേ പ്രമേയം വെച്ചുകൊണ്ട് ഒരേ സ്വഭാവത്തിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ രാജ്യം നേരിടുന്ന, സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയതക്കും തീവ്രവാദത്തിനുമെതിരെ അതിശക്തമായിക്കൊണ്ടുള്ള പോരാട്ടം നടത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 9 വർഷമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിക്കൊണ്ട് തന്നെ SKSSF സംസ്ഥാന പ്രതിനിധി ഇവിടെ സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം, ഇന്ത്യ എന്ന മഹത്തായ രാജ്യം, ഭാരതം, മഹത്തായ സംസ്കാരവും പാരമ്പര്യമുള്ള നാടാണ്. ആ സംസ്കാരവും പാരമ്പര്യവും ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവരുമൊക്കെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ പൈതൃകമുള്ള നാടാണ് നമ്മുടെ ഭാരതം. എന്നാൽ ഈ മഹത്തായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങളും വാർത്തകളുമൊക്കെ ഏതൊരു ഭാരതീയനെയും ദുഃഖിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. നമ്മുടെ മഹത്തായ ജനാധിപത്യ സംവിധാനങ്ങളെയും മതേതരത്വ സംവിധാനങ്ങളെയുമൊക്കെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് വർഗീയ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഈ അടുത്ത കാലങ്ങളിൽ നമുക്കറിയാം, ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ തനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ അടക്കമുള്ളവരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പല മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷ ദളിത് വിദ്യാർത്ഥികളെ പോലും വെറുതെ വിടാൻ വർഗീയ ശക്തികൾ ഒരുക്കമല്ലെന്നാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന വർഗീയതയ്ക്കെതിരെ അതിശക്തമായിക്കൊണ്ടുള്ള പ്രതിരോധം തീർക്കേണ്ടത് ഓരോ രാജ്യസ്നേഹിയുടെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കേണ്ടതും
അതുകൊണ്ട് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ രാജ്യം നേരിടുന്ന ഇത്തരത്തിലുള്ള വർഗീയതയ്ക്കെതിരെ അതിശക്തമായിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നു, ഇത്തരത്തിലുള്ള വർഗീയ പ്രവർത്തനങ്ങളെ നേരിടാനെന്ന പേരിൽ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷക വേഷം കെട്ടിക്കൊണ്ട് ചില മുസ്ലിം സംഘടനകൾ കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിം യുവസമൂഹത്തെ തീവ്രവാദ ചേരിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇത്തരം സംഘടനകൾക്കെതിരെയും കൂടിയുള്ള ശക്തമായിക്കൊണ്ടുള്ള പ്രതിരോധമാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ മനുഷ്യജാലിക. ഞങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നു, ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഈ രാജ്യത്തിന് അപകടകരമാണ്, ആപത്താണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിളിച്ചു പറയുകയും അതിനെതിരെ അതിശക്തമായിക്കൊണ്ടുള്ള ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ടുള്ള മഹിതമായ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുഗ്രഹീത വിദ്യാർത്ഥി പ്രസ്ഥാനം. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രവർത്തനം പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ മനുഷ്യജാലികയിൽ പങ്കെടുത്ത വിവിധ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാം പിന്തുണ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പട്ടിമറ്റത്ത് മനുഷ്യജാലിക നടന്നു. ബഹുമാനപ്പെട്ട സജീന്ദ്രൻ സാർ അതിലും പങ്കെടുത്തതാണ്. നമുക്കറിയാം, ഞങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നു, കേരളത്തിലെ മദ്രസകളും കേരളത്തിലെ മഹല്ലുകളും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്ത് അണിനിരക്കുന്ന കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വേദിയിലിരുന്നു കൊണ്ട് പറയുന്നു, രാജ്യത്തെ കാർന്നു തിന്നുന്ന, രാജ്യത്തെ ഐക്യത്തെയും സമാധാനത്തെയും മതേതരത്വത്തെയും തകർക്കുന്ന ഏത് ശക്തികളായാലും, അത് ഹൈന്ദവയുടെ പേര് പറഞ്ഞാലും ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞു വന്നവരായാലും ഏത് വിഭാഗത്തിന്റെ ആളുകളായാലും അത്തരക്കാർക്കെതിരെ അതിശക്തമായിക്കൊണ്ടുള്ള പ്രതിരോധം തീർക്കാൻ കേരളത്തിന്റെ മണ്ണിൽ അഭിമന്യനായ കേരളത്തിലെ മതേതരത്വത്തിന്റെ അംബാസിഡർമാരായ പാണക്കാട് സയ്യിദ് കുടുംബം നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും പോഷക സംഘടനകളും സജ്ജമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ആദരണീയരായ നമ്മുടെ ഉസ്താദ്മാരോട് സൂചിപ്പിക്കും. ഈ മഹത്തായ സംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്നത്, ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് മാറമ്പള്ളിയിൽ മനുഷ്യജാലിക നടക്കുമ്പോൾ ഇതിനുവേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ചെയർമാൻ BH അബ്ദുൽ നാസർ സാഹിബാണ് ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ബഹുമാനപുരസ്സരം ഈ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെയൊക്കെ അഭിമാനമായ കേരളീയ സമൂഹത്തിന്റെ, ഇന്ത്യയിലെ യുവസമൂഹത്തിന്റെ പ്രതീക്ഷയായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നമുക്കറിയാം, കേരളത്തിന്റെ മണ്ണിൽ വർഗീയമായ തീവ്രമായ ചിന്തകളും പ്രവർത്തനങ്ങളും നടന്നപ്പോൾ നമുക്കറിയാം, അങ്ങ് തളിക്ഷേത്രത്തിന്റെ മണ്ണിൽ ആദരണീയനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓടിയെത്തി. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ക്ഷേത്രത്തിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മഹത്തായ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായ പുത്രൻ, നമ്മുടെയൊക്കെ അഭിമാനമായ ആദരണീയനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഓടിയെത്തുകയുണ്ടായി. നമുക്കറിയാം, ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, സാന്നിധ്യം ഈ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സാന്നിധ്യമാണ്. ആ മഹാനായ തങ്ങളവറുകളെ, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളവറുകളെ ആദരപൂർവ്വം ഈ മഹത്തായ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ മഹത്തായ സംഗമത്തിന് വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ MLA ശ്രീ VP സജീന്ദ്രൻ സാറാണ്. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ ധാരണയോടുകൂടി ഈ സംഘടനയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും വളരെ കൃത്യമായി കൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും പോഷക സംഘടനയെയും കുറിച്ച് പറയുകയും അതിനുവേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന കുന്നത്തുനാടിന്റെ പ്രിയങ്കരനായ MLA ശ്രീ VP സജീന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ഞാൻ ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ മഹത്തായ സംഗമത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ഫാദർ ശ്രീ ഡോക്ടർ ജേക്കബ് മന്നാറപ്രായിൽ ഫാദർ അവറുകളാണ്. ഞങ്ങളുടെ വിശിഷ്ട ആദരവോടെ ഈ മഹത്തായ സംഗമത്തിലേക്ക് ഫാദറിനെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ജമാഅത്തിന്റെ മുദരിസ് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ അഹ്സനി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഞാൻ ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ മഹത്തായ സംഗമത്തിൽ രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന മഹിതമായ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് യുവ പണ്ഡിതനും പ്രരോജ്വല വാഗ്മിയുമായ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് ഹുദവി അവറുകളാണ്. ഉസ്താദിനെയും ആദരപൂർവ്വം ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറംഗം ബഹുമാന്യനായ ES ഹസൻ ഫൈസി ഉസ്താദി വേദിയിലുണ്ട്. ഉസ്താദിനെയും ഞാൻ ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ പോഷക ഘടകങ്ങളുടെയും സമാദരണീയരായ നേതാക്കളായ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി ഉസ്താദ്, മുഹമ്മദ് ആലിമി ഉസ്താദ്, NK മുഹമ്മദ് ഫൈസി ഉസ്താദ്, ബഹുമാനായ MM അബൂബക്കർ ഫൈസി ഉസ്താദ്, AM ഫരീദ് സാഹിബ്, അതുപോലെ വാഴക്കുളം മഹൽ അസോസിയേഷന്റെ പ്രസിഡന്റ് MK ഹംസ ഹാജി, SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബഹുമാനായ നൌഫൽ കുട്ടമശ്ശേരി, ടി എ ബഷീർ സാഹിബ്, KK ഇബ്രാഹിം ഹാജി, പ്രൊഫസർ അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് ജമീൽ അടക്കമുള്ള സമസ്തയുടെയും പോഷകങ്ങളുടെയും സമാദരണീയരായ നേതാക്കൾ, അതോടൊപ്പം തന്നെ ഈ മനുഷ്യജാലിക മാറമ്പള്ളിയിലെ ഈ മനുഷ്യജാലിക മനോഹരമായ രീതിയിൽ ഇവിടെ സംവിധാനപ്പെടുത്തിയ ഇതിന്റെ സ്വാഗത സംഘത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളായ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ധീരമായ രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സ്വാഗത സംഘ കമ്മിറ്റിയുടെ ട്രഷറർ ബഹുമാന്യനായ മുട്ടം അബ്ദുള്ള സാഹിബ്, അതുപോലെ അബ്ദുൽ അസീസ് തലപ്പോത്ത് സാഹിബ്, MA മുഹമ്മദ് കുഞ്ഞാമി സാഹിബ്, മുഹമ്മദ് റാഫി, KK അബ്ദുള്ള, VA ഹസൈന, യൂസുഫ് ഹാജി കടവിൽ, അനസ് താഴത്താൻ, അബ്ദുൾ റഷീദ് ഫൈസി, CK സിയാൽ ചമ്പറക്കി അടക്കമുള്ള ഒരുപാട് നേതാക്കളുണ്ട്. മത സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും ഈ സംഗമത്തിന് എത്തിച്ചേർന്ന നമ്മുടെ ജില്ലയുടെ വിവിധ ദിക്കുകളിൽ നിന്ന് ഈ മഹിതമായ ഈ മനുഷ്യജാലികയെ മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരങ്ങൾക്കും 1000 ഈ ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇന്ത്യയാണ് എന്റെ രാജ്യം. നാനാത്വത്തിൽ ഏകത്വമാണ് എന്റെ നാടിന്റെ സൗന്ദര്യം. സത്യവും ധർമ്മവും മതസ്വാതന്ത്ര്യവും സഹിഷ്ണുതയും ഉദ്ഘോഷിക്കുന്ന അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. നിർഭയമായ മനസ്സും ഉയർത്തിപ്പിടിച്ച ശിരസും വിശുദ്ധ വിജ്ഞാനവും വിഭാഗീയ ചിന്തകൾ കൊണ്ട് വേർതിരിക്കാത്ത മൈത്രിയും നിലനിൽക്കേണ്ടത് എന്റെ ബാധ്യതയും അവകാശവുമാണ്. നീതി നിലനിൽക്കാനും ഛിദ്രശക്തികളിൽ നിന്നും നാടിനെ രക്ഷിക്കാനും ഞാൻ എന്റെ രാജ്യത്തിന് കാവലിരിക്കും. രാജ്യത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും ക്ഷേമത്തിനും ഞാൻ പരമാവധി പ്രയത്നിക്കും. അതിന് എന്റെ മതം എന്നെ അനുശാസിക്കുന്നു. ജയ് ഹിന്ദ്. SKSSF സിന്ദാബാദ്. SKSSF സിന്ദാബാദ്. മനുഷ്യജാലിക സിന്ദാബാദ്. മനുഷ്യജാലിക സിന്ദാബാദ്. SKSSF സിന്ദാബാദ്. മനുഷ്യജാലിക സിന്ദാബാദ്. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അതിനായി സ്വാഗത സംഘം ചെയർമാൻ ബഹുമാനായ BH അബ്ദുൽ നാസറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് മനുഷ്യജാലികയുടെ സമാപന സമ്മേളനത്തിലാണ്. ഇന്ന് നമ്മൾക്കറിയാം ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന്. അതിന് നല്ല പ്രഭാഷകരായ പലരും ഇവിടെ ഇരിക്കുന്നതാണ്. മതം, സദാചാരം, സാമൂഹികം എന്നീ നിലകളിലെല്ലാം ഈ ഭൂമി പിശാചിന്റെ ബന്ധിതയായിരിക്കുകയാണ്. ഈ ലോകത്ത് മഹത്തായ ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ഇസ്ലാം. ഇസ്ലാം എന്നാൽ സമാധാനം എന്നർത്ഥം. അല്പം ബുദ്ധികളായ സാധാരണക്കാരന്റെ ചൂഷണം ചെയ്യുന്ന ഇസ്ലാമിനെ തീവ്രവാദിയായും മുസ്ലിങ്ങളെ രാജ്യദ്രോഹികളായും ഈ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള ആളുകൾ കരുതുന്നു. പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കാരണമാണ് ഇവരെല്ലാം ഇങ്ങനെ മുദ്ര കുത്തുന്നത്.
നമ്മളുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രീതിയിൽ നമ്മളുടെ നടത്തം അതേപോലെയാണെങ്കിൽ നമ്മളെ ആരും തന്നെ നമ്മളെ കണ്ട് മനസ്സിലാക്കുന്നവരായി മാറും. അതിനുവേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പാത പിൻപറ്റി മറ്റുള്ള എല്ലാ മതസ്ഥർക്കുമേ നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ വനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഈ ചടങ്ങിന്റെ ഉദ്ഘാടനമാണ്. അതിനായി കൊടപ്പനക്കൽ തറവാട്ടിലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നോമനപുത്രൻ മുസ്ലിം യുവചേതനയുടെ ആവേശവുമായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ വളരെ ബഹുമാനവും ആദരപൂർവ്വം അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറ്റവും ആദരം നിറഞ്ഞ യോഗാധ്യക്ഷൻ BH അബ്ദുൽ നാസർ അവരുകളെ, ഇവിടെ വിശിഷ്ടാതികളായി എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനരായ അബ്ദുറഹ്മാൻ അഹ്സൻ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഉമറുൽ ഫാറൂഖ് ഹുദവി പറത്തിങ്കൽ, KM പരീദ് സാഹിബ്, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ, ജനറൽ സെക്രട്ടറി ആസിഫ്, സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് PA കബീർ, നമ്മെ സ്വാഗതം ചെയ്ത PM ഫൈസൽ, ഇവിടെ പ്രതിജ്ഞ ചൊല്ലി തന്ന ബഹുമാനായ SKSF-ന്റെ ജില്ലാ പ്രസിഡന്റ് ഷഫീഖ് തങ്ങൾ, മറ്റു വേദിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, പണ്ഡിതരെ, ഉമറാക്കളെ, എൻ്റെ പ്രിയങ്കരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി SKSSF ഈ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതലെന്ന പ്രമേയവുമായി നടത്തുന്ന മനുഷ്യജാലിക ഇന്ന് ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ്. ജനുവരി 26 കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ഇന്ന് മനുഷ്യജാലിക ഉണ്ട് എന്നുള്ള ഒരു വാസ്തവം നമുക്കൊക്കെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. SKSF എന്ന് പറയുന്ന സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. ദൈക്ഷണികമായ മുന്നേറ്റം നടത്തുന്നതിനു വേണ്ടി യുവ സമൂഹത്തിന് ദിശാബോധം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും ആത്മീയ രംഗത്തും ഒരേപോലെ എങ്ങനെ ഉയരണം എന്ന് വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ ധാർമ്മികമായ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വളരെ നിശബ്ദമായ വിപ്ലവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ ഒരു സംഘടന ഇത്തരമൊരു പ്രമേയം എന്തുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം നാം കാത്തു സൂക്ഷിച്ചു പോകുന്ന നമ്മുടെ സൗഹൃദം, ഇന്ത്യ രാജ്യമെന്ന് പറയുന്ന നൂറ്റാണ്ടുകളായി നാം ഇവിടെ നമ്മുടെ ഡൈവേഴ്സിറ്റിയെ ആഘോഷിക്കുകയാണ്. ആ നാനാത്വങ്ങൾ എത്രയോ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. വിവിധ മതവിശ്വാസികളുണ്ട്, വിവിധ സംസ്കാരങ്ങളുണ്ട്, വിവിധ ഭാഷകളുണ്ട്, വിവിധ റീജിയനുകളുണ്ട്. ഇതെല്ലാം നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഒരുപക്ഷെ ഇത്രയധികം വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യം മറ്റൊന്നുമില്ല.
ഒരു പ്രദേശവാസികൾക്ക് മറ്റൊരു പ്രദേശത്തെ ഭാഷ അറിയില്ല, മറ്റുള്ള വിശ്വാസങ്ങൾ അറിയില്ല, മതങ്ങൾ അറിയില്ല. അത്രയധികം മതങ്ങൾ ഇവിടെയുണ്ട്, സംസ്കാരങ്ങളുണ്ട്, ഒരുപാട് ട്രൈബലുണ്ട്, ഇവിടെ ന്യൂനപക്ഷ സമൂഹമുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യ സമൂഹം എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ തന്നെ എല്ലാവർക്കും വേറെ കൗതുകമാണ്. സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ മഹത്വമാണ്. ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഇത് കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ സൗഹൃദം ഒരു പാരസ്പര്യ ബോധത്തിന്റെ വലിയ ചരിത്രം നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കേരളം എന്നത് വിവിധ മതവിശ്വാസങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വന്ന നന്മയുടെ തീരങ്ങളാണ്. ക്രൈസ്തവ മതവും ഇസ്ലാം മത വിശ്വാസങ്ങളൊക്കെ തന്നെയും കേരളത്തിലേക്ക് കടന്നു വന്നു. അതെല്ലാം തന്നെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കാണിച്ചിട്ടുള്ള ആ വിശാലമായ മനസ്സ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നവരുടെ മനസ്സൊക്കെ നമ്മുടെ പാരസ്പര്യ ബോധത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. അതിലൂടെ ഇവിടെ ഒരു വലിയ സൗഹൃദങ്ങൾ ഇവിടെ ഉണ്ടായി. വിവിധ വിശ്വാസങ്ങൾ ഇവിടെ വരികയും വിവിധ വിശ്വാസങ്ങളുടെ ഉടമകളായി നമ്മുടെ സമൂഹം മാറുകയും ചെയ്തു. പക്ഷെ അവരൊന്നും അവരുടെ പേരോ മതമോ നോക്കാതെ സൗഹൃദങ്ങൾ സ്ഥാപിച്ചു. നമ്മളൊക്കെ സ്കൂളുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സൗഹൃദം ഉണ്ടാക്കുന്നത് അവരുടെ പേര് നോക്കിയോ മതം നോക്കിയല്ല. ആ ഒരു സുഹൃത്തിനെ നമ്മൾ സുഹൃത്താക്കുമ്പോൾ നമുക്ക് ആ ഒരു മനുഷ്യനെന്ന ആ ഒരു ബോധത്തോടു കൂടി തന്നെയാണ് നമ്മുടെ സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷെ അത്തരം ആ സൗഹൃദത്തെയും മതപരമായ വിശ്വാസങ്ങളെയും ഒക്കെ ഇന്ന് വ്രണപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ മതിൽക്കെട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇന്ന് പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകത്ത് തന്നെ മനുഷ്യ സമൂഹത്തിന് ഒരുപാട് അവകാശ ലംഘനങ്ങൾ ഇവിടെ നേരിടേണ്ടി വരുന്നു. മനുഷ്യാവകാശ ലംഘനം ഇന്ന് ലോകത്ത് എമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്ന് വിവിധ രാജ്യങ്ങളിൽ ജീവിക്കാൻ പോലും അവകാശമില്ലാതെ ആ നാട്ടിൽ നിന്നും അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നു. അവർ പലായനം ചെയ്യേണ്ടി വരുന്നു. പല രാജ്യങ്ങളും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ യുദ്ധത്തിന്റെ റിസൾട്ടായിക്കൊണ്ട് അവിടെ സ്വന്തം വീടും നാടും ഒക്കെ തന്നെയും വിട്ടുപോകേണ്ട സാഹചര്യം വരുന്നു. സിറിയയും അതുപോലെ മ്യാൻമറും മുമ്പ് ഫലസ്തീനും ഇറാഖും ഒക്കെ മാത്രമായി നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. നാമമാത്രമായിട്ടുള്ള ജനാധിപത്യ രാജ്യങ്ങൾ ഇവിടെ തകിടം മറിഞ്ഞ് വീടുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതാണ് ഈജിപ്തിലും ലിബിയയിലും ഒക്കെ കാണാൻ സാധിച്ചത്. ജനാധിപത്യ നാമം മാത്രമായി ഏകാധിപതികളായി മാറിയപ്പോൾ ഇന്നത്തെ നവമാധ്യമങ്ങളിലൂടെ യുവസമൂഹം ഒന്നിച്ചു നിൽക്കുകയും അതിനെതിരെ പൊരുതാൻ ഇവിടെ അവർക്ക് സാധിച്ചതുകൊണ്ട് അത്തരം ഭരണകൂടങ്ങളെ ഇവിടെ ഇറക്കിവിടാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് ഇന്ത്യ പോലുള്ള രാജ്യം. ഇവിടെ നാം കാത്തു സൂക്ഷിച്ചു പോകുന്ന നമ്മുടെ സൗഹൃദവും നമ്മുടെ ജനാധിപത്യവും. നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മഹത്വം നിറഞ്ഞിട്ടുള്ള ജനാധിപത്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഈ രാഷ്ട്രത്ത് ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അതേറെ വലുതാണ്. ജനങ്ങളുടെ മൂല്യം ഏറെ വലുതാണ് എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മതഗ്രന്ഥമാണ്. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഭരണഘടന എല്ലാ രീതിയിലുമുള്ള മൗലിക അവകാശങ്ങൾ ഇവിടുത്തെ പൗരന്മാർക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, മതസ്വാതന്ത്ര്യമുണ്ട്, മറ്റ് എല്ലാ രീതിയിലുമുള്ള പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ ഒരു പൗരന്മാർക്ക് നൽകേണ്ട അവകാശങ്ങൾ ഇവിടെ നൽകപ്പെടുമ്പോഴും അത്തരം അവകാശങ്ങളെ ഇന്ന് ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങളുടെ ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. ഇന്നൊരു മനുഷ്യൻ എന്താണെന്ന് സംസാരിക്കാൻ പോലും
ഇവിടെ സാധിക്കില്ല. മതപ്രബോധകന്മാരെ വേട്ടയാടപ്പെടുന്നു, അവരുടെ മേലിൽ UAPA ചുമത്തപ്പെടുന്നു. അതുപോലെ സാഹിത്യകാരന്മാരുടെ പേരിൽ അവരെ ഈ ദേശം വിട്ടു പോകണമെന്ന് പറയുന്നു. ഇങ്ങനെ ചില പ്രസ്ഥാനത്തിന്റെ അജണ്ടകൾ നടപ്പിൽ വരുത്തുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇവിടെ രൂപപ്പെടുമ്പോൾ, അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ സ്വാതന്ത്ര്യം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭക്ഷണ രീതി, ഇവിടെ എന്ത് കഴിക്കാനും എന്ത് ഭക്ഷിക്കാനും എന്ത് സ്വാദ് രുചിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യക്കാർക്കുണ്ട്. പക്ഷെ അത്തരം സ്വാതന്ത്ര്യങ്ങളിൽ പോലും ഇവിടെ കൈകടത്തപ്പെടുന്നു. ഇവിടെ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25, 26, 27 ഇവിടെ വ്യക്തമാക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുവാനുമുള്ള അവകാശം ഇവിടെ ഈ സമൂഹത്തിന് നൽകപ്പെടുന്നു. പക്ഷെ ഇന്ന് അതിലും കൈകടത്തിക്കൊണ്ട് ഇന്ന് ഏക സിവിൽ കോഡ് പോലെ മുത്തലാഖിന്റെ വിഷയങ്ങളിലൊക്കെ തന്നെയും ഇന്ന് അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ പല ഭാഗത്തും നടത്തുമ്പോഴൊക്കെ തന്നെയും അതിന്റെയൊക്കെ ഇരയായി മാറുന്നത് ഇവിടുത്തെ വിശ്വാസികളും ഇവിടുത്തെ പൗരന്മാരുമാണ്. അങ്ങനെയുള്ള ഒരു കലുഷിതമായ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുമ്പോൾ അവിടെ നമ്മളെല്ലാം മറന്നുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇത് എല്ലാവരുടെയും രാജ്യമാണ്, എല്ലാ വിശ്വാസികളുടെയും രാജ്യമാണ്, എല്ലാ ഭാഷക്കാരുടെയും രാജ്യമാണ്, എല്ലാ പ്രദേശവാസികളുടെയും രാജ്യമാണ്. ഇവിടെ നമ്മൾ ഒന്നാണെന്നുള്ള പ്രതിജ്ഞ നാം എപ്പോഴും ചൊല്ലാറുണ്ട്. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി. ഇത് നമ്മൾ സ്കൂളുകളിലും എല്ലാം തന്നെ നമ്മൾ പ്രതിജ്ഞ ചെയ്യാറുള്ള പ്രതിജ്ഞയാണ്. നമ്മളുടെ സാഹോദര്യം, നമ്മളെല്ലാവരും നമ്മളെല്ലാവരും സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. അങ്ങനെയുള്ള ആ സാഹോദര്യ ബോധം ഇവിടെ ഇന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിലൂടെ ആ സാഹോദര്യ ബോധത്തെ ഇല്ലാതാക്കിക്കൊണ്ട് രാഷ്ട്രീയപരമായും ഭൗതികപരമായ നേട്ടങ്ങളൊക്കെ തന്നെയും കൊയ്യാനുള്ള ചില പ്രത്യേക സംഘടനകളുടെയും താല്പര്യങ്ങൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഏറെ ആശങ്കയോടുകൂടി കാണേണ്ടതുണ്ട്. നമ്മൾ ഒന്നിച്ചു നിന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിം സമൂഹവും ക്രൈസ്തവ സമൂഹവും ഹൈന്ദവ സമൂഹവും ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയത്. 1800 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടെ വിജയം കണ്ടത് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ഫലമായിരുന്നു. അതാണ് ഇവിടുത്തെ ക്രൈസ്തവരും ഇവിടുത്തെ മുസ്ലിം സമൂഹവും ഹൈന്ദവരൊക്കെ തന്നെയും തോള് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിയപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയത് ഇത്തരമൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാവുമ്പോൾ, സൗഹൃദം ഉണ്ടാവുമ്പോൾ അത് അവർക്ക് ഏറ്റവും വലിയ ചലഞ്ചാണ്, വെല്ലുവിളിയാണ്, ത്രെട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ വിശ്വാസികളെ ഇടയിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി, വിശ്വാസികൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഇതിനുള്ള ശ്രമങ്ങൾ ഇവിടെ നാം കണ്ടതാണ്. അങ്ങനെയുള്ള രീതിയിൽ ഇവിടെ വർഗീയ വിഷങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലും ഹൈന്ദവർക്കിടയിലും ഒക്കെ തന്നെ കുത്തിവെച്ചുകൊണ്ട് ലഹകൾ ഉണ്ടാക്കി, അങ്ങനെ ലഹളകളിൽ ഇവിടുത്തെ ആ സൗഹൃദം ഇല്ലാതാവുകയും അതിന് ഇവിടെ തന്ത്രം മെനഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ വേണ്ടി ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ കാലോചിതമായി ഇവിടെ എല്ലാവരും പയറ്റുന്നതായി നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആ ഒരു ചതിയിൽപ്പെടാതെ അതെല്ലാം തന്നെ മറ്റൊരു രാഷ്ട്രീയ ലാഭത്തിന്റെയും മറ്റേതെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടിയാണെന്ന് മാത്രം നാം കരുതിക്കൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭദ്രത എന്ന് പറയുന്നത് നമ്മുടെ മതേതരത്വ മൂല്യങ്ങളും മതേതരത്വ ബോധവും നമ്മുടെ സൗഹൃദവുമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത്. അതിലൂടെ മാത്രമാണ് ഈ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഈ രാജ്യം ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ഒരു ഗ്ലോബൽ ലീഡറായി ഇന്ത്യ മാറുമ്പോൾ ആ ഇന്ത്യയുടെ ഭദ്രത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ഭദ്രത എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള സൗഹൃദവും ആ മതേതര മൂല്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ മാത്രമാണ് അത് യാഥാർത്ഥ്യമാവുക എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സൗഹൃദ സംഗമങ്ങളിൽ ഇവിടെ ധാരാളം അതിഥികളുണ്ട്, MLA ഉണ്ട്, ഫാദറുണ്ട്. അവരൊക്കെ തന്നെയും അതിഥികളായി ഈ ഒരു സമ്മേളനത്തിൽ വന്നത് തന്നെ നമ്മുടെ ആ സൗഹൃദത്തിന്റെ കരുതൽ നമ്മൾ ജനത്തോട് സമൂഹത്തോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇവിടെ എല്ലാത്തിനും അപ്പുറം
നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ മതങ്ങൾക്കും എല്ലാത്തിനും അപ്പുറം നാം ഒന്നാണ് എന്നുള്ള ആ മാനവിക ബോധത്തെ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാം എന്ന സന്ദേശം എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചന മോദിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ദേശീയോദ്ഗ്രഥന ഗാനമാണ്. അതിനായി കളമശ്ശേരി വാഫി കോളേജിലെ വിദ്യാർത്ഥികളെ ആദരവും ചെയ്യും. السلام عليكم ورحمة الله تعالى وبركاته. ഇന്ത്യ എന്ന നാടിതിന്ന് ബന്ധുവായി തീർന്നു നമ്മൾ, ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം, ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം, സ്വന്തമേ വെടിഞ്ഞു നമ്മൾ എന്തു ത്യാഗമേകിടാനും സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ, സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ. ഇന്ത്യ എന്ന നാടിതിന്ന് ബന്ധുവായി തീർന്നു നമ്മൾ, ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം, ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം. വമ്പരമുൻകാമികൾ നമ്മിലായി പടുത്തിതാ, ഉപ്പ് പാകി സൽവെമ്പിടും നീ നാളിലായി നാം ഓർത്തിടാൻ, ഭാരതത്തിൻ മണ്ണിലായി നൽകി ചിന്ത പോത്തിടാൻ ജാലികയായി വന്നിതാ, നൽകി ചിന്ത പോത്തിടാൻ ജാലികയായി വന്നിതാ. ഇന്ത്യ എന്ന നാടിതിന്ന് ബന്ധുവായി തീർന്നു നമ്മൾ, ബന്ധനസ്ഥരായിടാതെ വെടിഞ്ഞു നാം, ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം. മതേതരത്വ പട്ടണിഞ്ഞു വർഗബോധം പോയി മറഞ്ഞു മഹിമ പെറ്റ മക്കളെ സോദരരായി തീർന്നു നാം, മഹിമ പെറ്റ മക്കളെ സോദരരായി തീർന്നു നാം. മതങ്ങളേറെ മുമ്പ് തന്നെ മാറ്റുകൂട്ടി പൂക്കളാക്കും മധുരമണം ചിന്തിടുന്ന വാടിയായി തീർന്നു നാം, മധുരമണം ചിന്തിടുന്ന വാടിയായി തീർന്നു നാം. ഇന്ത്യ എന്ന നാടിതിന്ന് ബന്ധുവായി തീർന്നു നമ്മൾ, ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം, ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം. ഏകത മുറിച്ചു മാറ്റി വാളെടുക്കുന്നോരെ പാറ്റി എത്തിടും നീ ഭാരതത്തിൽ കാവലാളാണു നാം, എത്തിടും നീ ഭാരതത്തിൽ കാവലാളാണു നാം. കാവല ഉറപ്പാർത്തു തീർത്ത ജാലിക്കായണിതാ. ഇന്ത്യ എന്ന നാടിതിന്ന് ബന്ധുവായി തീർന്നു നമ്മൾ, ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം, ബന്ധനസ്ഥരായിടാതെ സ്വന്തമേ വെടിഞ്ഞു നാം, സ്വന്തമേ വെടിഞ്ഞു നമ്മൾ എന്തു ത്യാഗമേകിടാനും സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ, സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ, സ്വർഗമാക്കി മണ്ണിതിൽ ജാലികയായി തീർന്നിതാ. السلام عليكم ورحمة الله. അടുത്തതായി ഇവിടെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേരേണ്ടിരുന്ന ബഹുമാന്യനായ മുൻപി ഹരിയത്തഫ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിക്ക് എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ VP സജീന്ദ്രൻ സാർ, അദ്ദേഹത്തെ ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ മനുഷ്യജാലിയുടെ അധ്യക്ഷൻ
ബഹുമാനായ BH അബ്ദുൽ നാസർ, മനുഷ്യജാലിക ഉദ്ഘാടനം ചെയ്ത എത്രയും ആദരണീയനായ പാണക്കാട് സയ്യിദ് മുനറലി ശിഹാനൽകളെ, വേദിയിലിരിക്കുന്ന മുഖ്യാതിഥി കൂടിയായ അച്ഛൻ, മുഖ്യഭാഷണം എത്തിയിരിക്കുന്ന ഉമർ ഫാറൂഖ് പാലത്തിൻപെട്ട CK സിയാദ് ചെമ്പറക്കി, റഹ്മാൻ അഫ്സാനി, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട SKSSF-ന്റെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, എല്ലാവരുടെയുമായ നമസ്കാരം. ഇന്നിവിടെ രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് SKSSF-ന്റെ നേതൃത്വത്തിൽ ജില്ലാതലത്തിലുള്ള ഈ പരിപാടികൾ ഇവിടെ നടത്തപ്പെട്ടത്. ഇവിടെ സംസാരിച്ച സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനും ഒരേ സ്വരത്തിൽ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തായി ഒട്ടനവധി സംശയങ്ങളും അതുപോലെ തന്നെ സ്വയം രക്ഷയില്ല എന്നുള്ള തോന്നലുകളും നമ്മുടെ മനസ്സിലറിയാതെ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട് എന്നുള്ളത് ഇവിടെ ഉദ്ഘാടകൻ അടിവരയിട്ട് പറയുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ പാരമ്പര്യമെന്ന് പറയുന്നത് മതേതരത്വത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പാരമ്പര്യമാണ് നമ്മുടെ രാജ്യം എന്നും മുന്നോട്ട് വച്ചിട്ടുള്ളത്. വ്യത്യസ്തമായ ആചാരങ്ങൾ, വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങൾ, വ്യത്യസ്തമായ രീതികൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി 70ാം വാർഷികത്തോട് അടുക്കുമ്പോഴും ഇന്നും ഒരു കോട്ടൽ തട്ടാതെ ഈ രാജ്യത്തിനെ കൊണ്ടു നടക്കുവാൻ കഴിഞ്ഞത് ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ സൗഹൃദ സംഖ്യ എന്നുകൊണ്ടാണ്. ഇന്ന് ആ സൗഹൃദം നഷ്ടപ്പെടുവാൻ നമ്മുടെ മുന്നിലുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യജാലിക്ക് തുടക്കം കുറിക്കുമ്പോൾ അന്നുള്ള സ്ഥിതി ആയിരുന്നില്ല ഇന്നത്തെ സ്ഥിതി എന്നുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തെ ഓരോ സംഭവങ്ങളും ഓരോ സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 10 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യജാലികയുമായി SKSSF തുടക്കം കുറിക്കുമ്പോൾ രാജ്യത്ത് സ്വയം രക്ഷയ്ക്ക് അല്ലെങ്കിൽ നമുക്കൊരു സ്വയം പ്രൊട്ടക്ഷനായി ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കൂടി സ്വയം രക്ഷ നമ്മൾ തന്നെ നോക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നുവോ എന്നുള്ള സംശയം നമ്മളിൽ പല ആളുകളിലും വന്നു ചേർന്നിരിക്കുകയാണ്. ആ ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളുകളുണ്ട്, ലോകത്ത് പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളുകളുണ്ട്. ഓരോ ലോകങ്ങളിൽ ചെല്ലുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരേ രീതിയിലുള്ള സംസ്കാരവും ഒരേ രീതിയിലുള്ള സാഹചര്യവുമാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തമായ ഓരോ രീതികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളം വിട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ തമിഴ്നാടായി എന്നറിയുവാൻ വേണ്ടി നമുക്ക് ബോർഡ് നോക്കേണ്ട കാര്യമില്ല. കർണാടകയായോ എന്നറിയാൻ വേണ്ടി നമുക്ക് ബോർഡ് നോക്കേണ്ട കാര്യമില്ല. അവിടുത്തെ മനുഷ്യരെ കാണുമ്പോൾ, അവിടുത്തെ ഭൂപ്രകൃതി കാണുമ്പോൾ, അവിടുത്തെ പുഴകളും മലകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളത്. ഇത്രയും വ്യത്യസ്തമായ സാഹചര്യമാണ് ഇന്നും തകരാതെ തളരാതെ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്നത്. ലോകത്ത് ഇന്ന് വൻ സാമ്പത്തിക ശക്തിയായി വരും. നമ്മുടെ ഇന്ത്യ 70 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇന്ന് വളർന്നു പന്തലിച്ച് ലോകരാജ്യങ്ങളുടെ തലയെടുപ്പോടുകൂടി തല ഉയർത്തി നിൽക്കുവാൻ കഴിയുന്ന ശക്തമായ രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മാറുവാൻ കഴിഞ്ഞത്? നമ്മൾ ആലോചിച്ച് നോക്കണം. വ്യത്യസ്തമായ മതങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വ്യത്യസ്തമായ ആചാരങ്ങൾ. എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ ജീവിക്കുവാനും ഒരുപോലെ ആരാധിക്കുവാനും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകുവാനും എങ്കിൽ പോലും അവരെല്ലാവരും ഒരു സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കുവാനും നമ്മുടെ രാജ്യത്ത് സാഹചര്യം ഒരുങ്ങി എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വളർച്ചയും ഉയർച്ചയും മുന്നോട്ട് പോകുവാനും കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. പക്ഷേ ഇന്ന് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്
ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി വീണ്ടും തിരിച്ചിരിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ മുദ്രാവാക്യമാണ് രാജ്യത്തുണ്ടാകുന്നത്. ഇന്നിപ്പോൾ അറിയാം, യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളൊരു ഒരു കാര്യവുമായി ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ രാജ്യത്ത് ഒരു യൂണിഫോം സിവിൽ കോഡ് വരണമെങ്കിൽ എത്രമാത്രം ചർച്ചകൾ നടത്തേണ്ടതായിരിക്കുന്നു, ആരെല്ലാമായി ആലോചിക്കേണ്ടതായിരിക്കുന്നു. ഒരു ഭരണാധികാരിക്ക് ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതിന്റെ പേരിൽ ഏകപക്ഷീയമായി നമ്മുടെ രാജ്യത്തെ നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമോ? കഴിയില്ല. ഒരാൾക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം എന്നത് താൽക്കാലികം മാത്രമാണ്. ഇന്നലെ കയറിയവർ നാളെ ഇറങ്ങേണ്ടതായി വരും, ആർക്കും യാതൊരു സംശയവുമില്ല. ഭൂരിപക്ഷം എന്ന് പറയുന്നത് താൽക്കാലിക പ്രതിഭാസത്തിൽ കിട്ടിയ ആ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് രാജ്യത്ത് പതിറ്റാണ്ടുകളായി അനുവർത്തിച്ചു വരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഒരു സുപ്രഭാതത്തിൽ നിയമത്തിലൂടെ ഇല്ലാതാക്കുവാൻ നോക്കിയാൽ അതൊരു കാലഘട്ടത്തിലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല. ഇതാരെ ഉന്നം വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് കൊണ്ടുവരുവാനുള്ള നീക്കം ഇന്ന് ഇവിടെ ഇരിക്കുന്ന മതേതര വിശ്വാസികളായ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഓരോ മതവിഭാഗങ്ങൾക്കും ഓരോ ആചാരങ്ങളുണ്ട്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പാഴ്സികൾക്കും എല്ലാവർക്കും പല രീതിയിലുള്ള ആചാരങ്ങളുണ്ട്. നമുക്കറിയാം, ഇവിടെ രാജ്യത്ത് ഹിന്ദുക്കളാണ് മഹാഭൂരിപക്ഷം ആളുകൾ. കേരളം എടുത്തു നോക്കിയാലും രാജ്യമെടുത്തു നോക്കിയാലും ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമുണ്ട്. അവർക്ക് അവരുടെ ആചാരങ്ങൾ വ്യത്യസ്തമല്ലേ, അവരുടെ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമല്ലേ? ഒരു ദിവസം കൊണ്ട് അവയെല്ലാം ഒന്നാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടത്തുവാൻ നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയില്ല. ഇപ്പോൾ ഹിന്ദു പല ജാതികളുണ്ട്, ഉപജാതികളുണ്ട്. എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. നമ്പൂതിരിമാരുടെ കല്യാണം, ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയി. തൃപ്പൂണിത്തറയിലെ ഒരു നമ്പൂതിരിയുടെ കല്യാണത്തിൽ ചെന്നപ്പോൾ 4 ദിവസമായി അവരുടെ കല്യാണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക. 4ാമത്തെ ദിവസം താലികെട്ടിന്റെ ദിവസമാണ് എന്നെ കല്യാണ ചടങ്ങിലേക്ക് വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 4 ദിവസമായി ഞങ്ങളുടെ ചടങ്ങുകൾ നടക്കുകയാണെന്ന് പറഞ്ഞു. 4 ദിവസം കല്യാണം നടത്തുന്ന നമ്പൂതിരിയുടെ കല്യാണം മറ്റ് സമുദായക്കാരുടെ കൂട്ട് ഒറ്റ ദിവസം കൊണ്ട് നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് നിയമനിർമ്മാണം നടത്തുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുമോ? ആദിവാസികളായിട്ടുള്ള ആളുകളുടെ ഊരുകളിലേക്ക് നിങ്ങൾ ചെന്നിട്ടുണ്ടോ? ആദിവാസി ഊരുകളിൽ എന്തെല്ലാം ആചാരങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവരുടെ മൂപ്പന്മാർ കൊണ്ടുവന്നിരുന്ന ആചാരങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നിയമം കൊണ്ടുവന്ന് നാളെ മുതൽ ഊരുകളിൽ ഇവയൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല. രാജ്യത്തെ മുഴുവൻ ആദിവാസികളായ ഹിന്ദുക്കൾ ഒരേ നിയമമനുസരിച്ച് പോകണം എന്ന് പറഞ്ഞാൽ അത് മാറ്റിമറിക്കുവാൻ കഴിയുമോ? അങ്ങനെ നമ്മുടെ എല്ലാ മതവിഭാഗങ്ങളിലും വ്യത്യസ്തമായ രീതികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിച്ചു പോരുമ്പോൾ അത് നിയമങ്ങളിലൂടെ ഭേദഗതി ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾ അടിച്ചമർത്താൻ ഒരു ഭരണാധികാരികൾക്കും മൃഗീയ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ സാധ്യമല്ല എന്നുള്ള വിശ്വാസമാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും ബഹുഭൂരിപക്ഷം മതേതരവാദികൾക്കുള്ളത് എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്നിപ്പോൾ ഒട്ടനവധി പീഡനങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. പലപ്പോഴും മാധ്യമങ്ങളിലൂടെ അത് പുറത്തേക്ക് വരുന്നില്ല. ചത്ത പശുവിന്റെ തോലുരിച്ചതിന്റെ പേരിൽ പട്ടികജാതിക്കാരായ ആളുകളെ തെരുവിലിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ നവമാധ്യമങ്ങളിലടക്കം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ ഭീതിയോടുകൂടി ഇന്നിപ്പോൾ പലതും നോക്കിക്കാണുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രരക്ഷ മാത്രമല്ല സ്വയം രക്ഷയ്ക്ക് കൂടി ഇന്ന് സംഘടിക്കേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ SKSS പോലുള്ള സംഘടനകൾ, മതേതരത്വത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള സംഘടനകൾ ഇന്ന് മനുഷ്യജാലികയുമായി രംഗത്ത് വരുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുടെ പൂർണ്ണമായ പിന്തുണ ഇതിനെല്ലാം ഉണ്ടാകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇവിടെ ഇന്ന് പാണക്കാട് തങ്ങളുടെ സാന്നിധ്യം ഞങ്ങളെ എല്ലാവരെയും ആവേശം കൊള്ളിക്കുന്നു. മതേതരത്വത്തിന് വേണ്ടി എന്ന് നിലപാടെടുത്തിട്ടുള്ള പാണക്കാട് തങ്ങൾ കുടുംബം, അവരെ നമുക്ക് മറക്കുവാൻ കഴിയില്ല. രാജ്യത്ത് പല നിർണായക ഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ, നിർണായകമായ പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ ആ സംഭവങ്ങളിലെല്ലാം മുസ്ലിം സമുദായത്തോട് പറഞ്ഞു, നമ്മുടെ രാജ്യാനിയൊന്നും ഒന്നില്ല, ഇവിടെ മനുഷ്യരാണ് വലുത്. ആ മനുഷ്യരെ സംരക്ഷിക്കുവാൻ നമുക്ക് ബാധ്യസ്ഥരുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു പോരുന്ന മതേതരത്വം എന്ന ആ വലിയ കാഴ്ചപ്പാട് പൂർത്തീകരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞ ആ തങ്ങൾ കുടുംബത്തോട് ഈ കേരളത്തിലെ ജനങ്ങൾക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ഈ ലോകത്തിലേക്കുള്ള വരവും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ആവേശം നൽകുന്നു എന്നുകൂടി ഈ അവസരത്തിൽ
പറഞ്ഞുകൊണ്ട് ഞാൻ SKSSF-ന്റെ വിളിക്കപ്പെട്ട എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ആളെന്നുള്ള നിലയിൽ എവിടെ നടത്തിയാലും വിളിച്ചാൽ അവിടെ ഓടിയെത്തി ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളെന്നുള്ള നിലയിലും ഇവിടെ എന്നേക്ക് ക്ഷണിച്ചതിലും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ ഡോക്ടർ ജേക്കബ് മണ്ണാർപ്രായലിനെ ക്ഷണിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് പ്രവർത്തകരെല്ലാവരും ഈ വേദിയിലേക്ക് കടന്നിരിക്കണം. തങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് പരിപാടികളുണ്ട്. തങ്ങൾ അങ്ങോട്ട് കടന്നുപോയി കഴിഞ്ഞാൽ മുഴുവൻ പ്രവർത്തകരും ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നിരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗാധ്യക്ഷൻ ആദരണീയനായ ശ്രീ അബ്ദുൽ നാസർ അവറുകളെ, സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ സിഹാബ് തങ്ങൾ അവറുകളെ, ജനകീയനായ നമ്മുടെ MLA ശ്രീ VP സജീന്ദ്രൻ അവറുകളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇതൊരപേക്ഷയാണ്, ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്നേഹത്തോട് ഇവിടെ ഓർപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഈ കസേരകളിൽ വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. നിറഞ്ഞ സന്തോഷം കൂടിയാണ് ഈ മകൾ സദസ്സാമുഖിയോടുള്ള നന്ദി. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. ഒരേ ഒരപേക്ഷ, ഇരിക്കുന്നവർ സശബ്ദം
വളരെ സന്തോഷകരമായ സംഗതിയാണ്. അവിടെയും ഇവിടെയുമായി മാറി നിൽക്കുന്നവർ കേൾവിക്കാരുടെ ശ്രോതാക്കളെ ശല്യപ്പെടുത്തരുത് എന്ന് വിനയപൂർവ്വം ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നത് സദയം ക്ഷമിക്കണം. സങ്കീർണങ്ങളായ പ്രശ്നങ്ങളിലൂടെ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു രാജ്യത്തിന്റെ ഒരറ്റത്ത് വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഇവിടെ എന്തിനും ഏതിനും പ്രശ്നങ്ങളാണ്. ചെറിയ ചെറിയ തീപ്പൊരികൾ പടർത്തിവിടുന്ന കോരാഗ്നി കെടുത്തുവാൻ സത്യത്തിൽ നാം ഇന്ന് നന്നേ പാടുപെടുകയാണ്. ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, മതബന്ധങ്ങൾ, രാഷ്ട്രീയ കക്ഷി ബന്ധങ്ങൾ എല്ലാം ബന്ധനങ്ങളായി മാറിയിരിക്കുകയാണ്. ഒരു മതവും മറ്റൊരു മതത്തെ മോശമാക്കുവാൻ, ഹനിക്കുവാൻ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ മതങ്ങളും നന്മ ഊട്ടിയുറപ്പിച്ച് തിന്മയെ നിഗ്രഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ എന്തിനാണ് ഈ മതസ്പർദ്ധ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ എന്ന് ഓർപ്പിക്കുകയാണ്. മതാനുയായികളായ ഞാനും നിങ്ങളും മതത്തെ മനുഷ്യത്വത്തിന് മതിൽക്കെട്ടുകൾ തീർക്കുന്ന മാരകായുധങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ ഇവിടത്തെ പ്രശ്നമെന്ന് ചിന്തിക്കണം. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ അതിന് ഒറ്റമൂലി എന്ന് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഭ്രാന്തനെ പൂട്ടുന്ന ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ, വാദചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാലും, പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭ്രാന്ത് മതഭ്രാന്താണ്. നിങ്ങൾ എന്നോട് പൊറുക്കണം, ഞാൻ ഒരു ക്രൈസ്തവ പുരോഹിതനാണെന്ന് നിങ്ങൾക്കെന്റെ വേഷത്തിൽ മനസ്സിലായി കാണും. ആത്മാർത്ഥമായി ഞാൻ പറയുന്നു, ദീർഘമായി പറയുവാൻ സമയമില്ല. പണവും പ്രതാപവുമാണോ നമുക്ക് ആവശ്യം? ശാന്തിയും സമാധാനവുമല്ല നമുക്ക് ആവശ്യം. ഞാൻ ഓർപ്പിക്കുകയാണ്, പുസ്തകക്കെട്ടുകൾ ചുമലിലേറ്റിക്കൊണ്ട് വിദ്യാലയ അന്തരീക്ഷത്തിൽ ചിത്രശലഭങ്ങളെ പോലെ പറന്നു നടക്കേണ്ടതായ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഹൃദയം കക്ഷി രാഷ്ട്രീയത്തിന്റെയും മതപ്പേക്കൂത്തുകളുടെയും പേരിൽ വാടിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? യൗവനത്തിന്റെ പ്രസരിപ്പാർന്ന നമ്മുടെ യുവാക്കളുടെ ഓജസ്സും തേജസ്സും കർമ്മോത്സുകതയും കൈമുതലായിട്ടുള്ള നല്ല കാലം, ആ വസന്തകാലം ഇന്ന് വാടിക്കരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഇവിടെ സൂചിപ്പിച്ചു, നാനാത്വത്തിൽ ഏകത്വം. അത് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യമാണ്, നാടിന്റെ പൈതൃകമാണ്. ഓർക്കുക, ഐക്യമാണ് നമ്മുടെ ബലം, സാഹോദര്യമാണ് നമ്മുടെ സമ്പത്ത്, അല്ലേ? ഓർക്കണം, ആത്മാർത്ഥമായി ചിന്തിക്കണം. ഒരു തുള്ളി ജലം കൊണ്ട്
എവിടെയെങ്കിലും കടക്കുവാൻ സാധിക്കാത്ത നദി ഉണ്ടായിട്ടുണ്ടോ? പെരിയാർ തൊട്ടടുത്തുകൂടി ഒഴുകുന്നു. ഒരുവന്റെ വായിൽ നിന്ന് വീഴുന്ന പ്രാർത്ഥനയേക്കാൾ അനേകായിരങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഒരുമനപ്പെട്ട പ്രാർത്ഥനയുടെ ബലമെന്ന് പറയുന്നത് ഈ ലോകം സ്വപ്നം കാണുവാൻ സാധിക്കുന്നതിനേക്കാൾ വൻ കാര്യങ്ങൾ നേടുവാൻ ത്രാണിയുള്ളതാണെന്ന സത്യം ഞാനും നിങ്ങളും മറക്കരുത്. എന്താണ് പ്രാർത്ഥന? എനിക്ക് സന്തോഷം തോന്നി. ഞാൻ കൃത്യം 4 മണിക്ക് ഇവിടെ വന്നു. 4 മണിക്ക് തുടങ്ങും പരിപാടി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ജാഥ വരാൻ താമസിച്ചു. വന്നു കയറിയപ്പോൾ വളരെ സന്തോഷം തോന്നി. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പോയി. എനിക്കത് വലിയ സന്തോഷമാണ് തോന്നിയത്. എത്ര നേരം വേണമാണ് സത്യം ഞാൻ പറയുകയാണ്. വന്നതിൽ ഭൂരിഭാഗം പേരും വിശുദ്ധ ആലയത്തിലേക്ക് ആരാധനയ്ക്ക് കടന്നു പോണ കണ്ടു. എന്തൊരനുഗ്രഹകരമായ ഒരു അനുഭവം. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളെ സ്നേഹത്തോടൊപ്പിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ലോകം സ്വപ്നം കാണുവാൻ സാധിക്കുന്നതിനേക്കാൾ വൻകാര്യങ്ങൾ നേടുവാൻ ത്രാണിയുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. ലോകത്തിന്റെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ പാതാരബിന്ദങ്ങളോടടുപ്പിക്കുന്ന പൊന്നിൻ ചങ്ങലയാണ് പ്രാർത്ഥന. ആദരണീയനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലെ ഓടാമ്പലുകളും പ്രഭാതങ്ങളുടെ താക്കോലുമാണ്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് പുസ്തകം വിൽപ്പന നിർത്താവോ പോലെ വിതരണം? ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി. ഈ അച്ഛൻ വന്നിട്ട് ആവശ്യമില്ലാതൊക്കെ പറയാമെന്നായിരിക്കും. വിളിച്ചു വരുത്തുകയും ചെയ്തു. ഗതികേടായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം. വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ. പ്രിയമുള്ളവരെ, ഇരിക്കുന്ന പലരുടെയും മുഖം എനിക്ക് നല്ല പരിചയമാണ്. എന്റെ വീട് കിഴക്കൻ കോതമംഗലം അപ്പുറം പോത്താനിക്കാടാണ്. കഴിഞ്ഞ 48 വർഷമായിട്ട് ഞാൻ ആലുവ ടൗണിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് വളരെ പേര് എനിക്കത് അതുപോലെ അറിയാം. ഞാൻ ആലുവയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സർവമത സൗഹൃദ വേദിയുടെ അധ്യക്ഷൻ കൂടിയാണ്. പക്ഷെ അത് ഇപ്പോൾ ആർക്കും വലിയ പരിചയവും പോരാ പരിപാടി. കാരണം അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ പരിപാടികളൊന്നും ഇപ്പൊ നടക്കണില്ല. വർഷത്തിലൊരിക്കൽ ഇങ്ങനൊരു കൂടിച്ചേരല്, അതോടുകൂടി സൗഹൃദവും തീരും. ഞാൻ നോക്കിയിട്ട് കൂടുതലും വേറെ ആരെയും കണ്ടില്ല. കുപ്പായക്കാരൻ ഞാൻ മാത്രമേ ഉള്ളൂ. സ്വാമി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയായി. നിങ്ങൾ രക്ഷപ്പെട്ടു. അത്ര സമയം ഞാൻ നിർത്തുകയാണ്. കാരണം എനിക്ക് 5 മിനിറ്റാണ് അനുവദിച്ചേക്കുന്നത്. ഞാൻ 2 മിനിറ്റ് കൂടുതൽ എടുക്കാൻ ആഗ്രഹിച്ചെന്നു വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രിയങ്കരനായ എന്റെ ചിരകാല സുഹൃത്ത് മുസ്തഫ സാഹിബ് വന്നിട്ടില്ല. വേറെ 1-2 പേര്, സ്വാമി വന്നില്ല. അപ്പൊ ഒരു 5-10 മിനിറ്റ് അവിടെ വീണ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ എടുക്കുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. ഏകനായ ദൈവത്തിന്റെ പിതൃത്വം നിഷേധിക്കുവാനാകാത്ത യാഥാർത്ഥ്യമാണെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു എങ്കിൽ ഞാനും നിങ്ങളും ഒരമ്മ പെറ്റ മക്കളാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഓർക്കണം, എല്ലാവരും തുല്യരാണ്. ആണെന്നോ പെണ്ണെന്നോ, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ, ക്രിസ്ത്യാനി എന്നോ യൗനനെന്നോ സിക്കെന്നോ പാഴ്സിയെന്നോ വ്യത്യാസമില്ല. ഉണ്ടോ? ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കെന്താണ് ആവശ്യം? എന്താണ് ആവശ്യം? ഇന്ന് കാണുന്നവർ നാളെയില്ല. ഇന്നലെകൾ എന്നേക്കുമായി മാഞ്ഞുപോയി. All our yesterdays are cancelled the checks. All our todays are cashed checks. All our tomorrows, എല്ലാ നാളെകളും പ്രോമിസറി നോട്ട് അഥവാ വാഗ്ദാനങ്ങൾ മാത്രം.
ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും യുഗത്തിൽ നിന്ന് കടന്നു പോകും. മറക്കരുത്. മരിക്കാതിരിക്കുവാൻ ഒരേ ഒരു മാർഗം, ജനിക്കാതിരിക്കണം. ജനിച്ചു പോയോ മരിച്ചിരിക്കും. മരിക്കാൻ പ്രായപൂർത്തിയുള്ളവരായിട്ടാണ് ഞാനും നിങ്ങളും യുഗത്തിൽ ജനിച്ചിരിക്കുന്നത്. ഒരുവൻ അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഏത് സമയത്ത് ഉരുവാകുന്നുവോ ആ സമയം മുതൽ ഏത് സമയത്തും മരിക്കാം. മരിച്ചു ജനിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മെ യാത്ര അയക്കേണ്ട എത്രയോ പേരെ നമ്മൾ ഇതിനോടകം യാത്ര അയച്ചു കഴിഞ്ഞു, ഇല്ലേ? അതുകൊണ്ട് ഒരൊറ്റ അപേക്ഷ എനിക്കുള്ളൂ. ഇതാണ് എന്റെ അപേക്ഷ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, മരണമെന്ന യാഥാർത്ഥ്യം അനിശ്ചിതമായി, ആ സുനിശ്ചിതമായ യാഥാർത്ഥ്യം അനിശ്ചിതമായി നീളുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ജനനം എന്ന മൂന്നക്ഷരത്തിൽ ആരംഭിച്ച് മരണം എന്ന മൂന്നക്ഷരത്തിൽ അവസാനിക്കുന്നതിനിടയ്ക്കുള്ള ഒരു മൂന്നക്ഷരമുണ്ട്. ആ മൂന്നക്ഷരം ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? എല്ലാവർക്കും അറിയാം, പക്ഷെ പറയില്ല. ജീവിതം എന്ന മൂന്നക്ഷരം. ജനനമെന്ന മൂന്നക്ഷരത്തിൽ ആരംഭിച്ച് മരണമെന്ന മൂന്നക്ഷരത്തിൽ അവസാനിക്കുന്നതിനിടയ്ക്കുള്ള ജീവിതം എന്ന മൂന്നക്ഷരത്തിന് മഹത്വം കൊടുക്കുവാൻ ഞാനും നിങ്ങളും മനസ്സ് വയ്ക്കുന്നില്ലെങ്കിൽ കുഴിയോടെ തീർന്നു എന്റെയും നിങ്ങളുടെയും ജീവിതം. കുഴിക്കക്കരയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ മനുഷ്യ ഹൃദയങ്ങളിൽ സജീവമായി ഞാനും നിങ്ങളും കുടികൊള്ളണമെങ്കിൽ, പ്രിയമുള്ളവരെ, മരണാനന്തരം ഇവിടെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ കിട്ടുന്ന ഒന്നല്ലത്, ഇകത്തിൽ വെച്ച് ആർജിക്കുവാനുള്ളതാണ്. ഓർക്കുക. ഞാൻ നിർത്തി ഒരു ചെറിയ കഥ പറയണേ. നിങ്ങൾ സമയം തരാമെങ്കിൽ ഞാൻ പറഞ്ഞേക്ക് നിർത്തിയേക്കാം, സമയമില്ലെങ്കിൽ നിർത്തിയേക്കാം. ഒരു ചെറിയ കഥ എന്തോ നീട്ടില്ല, നീട്ടാനില്ല, പറഞ്ഞോളാൻ പറഞ്ഞു. ഞാനൊരു ചെറിയ കാര്യം പറയാം. അമേരിക്കയിലും കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം വളരുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു മാസികയിൽ വായിച്ചു. ആ വൃക്ഷത്തിന്റെ പേര് SEQUIO, സെക്യുയോ എന്നാണ്. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എടുത്താണ് ഞാൻ. ആ വൃക്ഷം ലോകത്തിലേക്ക് ഏറ്റവും ഉയരത്തിൽ വളരുന്ന വൃക്ഷമാണ്. 300 അടി വരെ ഉയരത്തിൽ വളരും. ഏറ്റവും വണ്ണം കൂടിയ വൃക്ഷമാണ്. കേൾക്കണേ, ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ വേരുകൾ ഇങ്ങനെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ചെല്ലില്ല, ഭൂമിയുടെ പരപ്പിൽ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അതിന്റെ ശിഖരങ്ങളെല്ലാം ഇങ്ങനെ പന്തൽ വിരിച്ചതുപോലെ ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് തോന്നും 300 അടി ഉയരത്തിലുള്ള ഭീമാകാരനായ ഈ മരം എങ്ങനെ നിലനിൽക്കും? ഒരു ചെറിയ കാറ്റ് മതിയിലോ, വൻകാറ്റ് വേണ്ട, ഇത് മറിഞ്ഞു വീടില്ലേ? പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അടിയിലേക്ക് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ വൃക്ഷം കാലിഫോർണിയയിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ വളരൂ. രണ്ടാമത്, ഇത് കൂട്ടായേ വളരൂ. ഒറ്റയ്ക്കും തെറ്റയ്ക്കും വളരില്ല, ഒന്നിച്ചു ചേർന്ന്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും നിൽക്കുന്ന വൃക്ഷത്തിന്റെ പേരുകൾ ഇങ്ങനെ വന്ന് ഈ നമ്മള് പാ നെയ്യുന്നത് പോലെ ഇങ്ങനെ കോർത്തു പിടിച്ചിരിക്കുകയാണ്. ശിഖരങ്ങൾ ഇങ്ങ് വന്നിട്ട് കൂടി പിണഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഒരു കാറ്റല്ല, ചെറുകാറ്റല്ല, വൻകാറ്റല്ല, കൊടുങ്കാറ്റടിച്ചാലും അവരവിടെ നിൽക്കും. ഇതൊരു വലിയ സന്ദേശമാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. കൂട്ടായ്മയുടെ, സാഹോദര്യത്തിന്റെ, സൗഹൃദത്തിന്റെ, പരസ്പര ഭാരങ്ങളെ വഹിക്കുന്ന അനുഭവത്തിന്റെ എത്രയോ ഉദാത്തമായ ഒരു മാതൃക ഈ മരം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കുണ്ടോ ഇത്? ഉണ്ടോ? ഇല്ല. പിന്നെ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആദ്യം മനുഷ്യനാകുക, കാണപ്പെടുന്നവനെ സ്നേഹിച്ച്, കാണപ്പെടുന്ന സഹോദരനെ കാണാൻ സാധിക്കാത്തവന് അങ്ങ് വിദൂരതയിലുള്ള
ഉടയവനെ കാണുവാൻ സാധിക്കുകയില്ലെന്ന സത്യം മറക്കരുത് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ബന്ധപ്പെട്ടവരോടുള്ള എന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന് മാറമ്പള്ളി ജുമാ മസ്ജിദിന്റെ ഖതീബ് അബ്ദുറഹ്മാൻ അഹ്സനിയെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ആശംസ അർപ്പിക്കുന്നതിന് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള മഹത്തുക്കളെ മാന്യ പണ്ഡിതന്മാരെ, രാജ്യം 68ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന മഹനീയ സുദിനത്തിൽ ബഹുന്ദരായ വെല്ലുസ്താദിന്റെ നാമത്താൽ പ്രശോഭിതമായ വേദിയിൽ SKSSF എന്ന മഹനീയ ആദർശ പ്രസ്ഥാനം ഏർപ്പെടുത്തിയ മനുഷ്യജാലിക എന്ന മഹാസംഗമത്തിന് സർവ്വവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് മഹനീയ പ്രാർത്ഥന എല്ലാവരിലും ഉണ്ടാകണമെന്ന് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഅസ്സലാമ. അടുത്തതായി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ ലോകത്ത് വിപ്ലവങ്ങൾ കാഴ്ചവെച്ച ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഭിമാന സംഗതി കേരളക്കരയുടെ അനുഗ്രഹീയ പ്രഭാഷകൻ ഉസ്താദ് ഉമറുൽ ഫാറൂഖ് ഹുദവിയെ SKSSF മനുഷ്യജാലികയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. സലാം അടക്കാൻ വല്ല വിരോധമുണ്ടോ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ അധ്യക്ഷൻ അബ്ദുൽ നാസർ സാഹിബ് അവറുകളെ, ഇവിടെ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്ത അഭിമന്യരായ സയ്യിദ് ഷഫീഖ് തങ്ങൾ, ഈ വേദിയെ ധന്യമാക്കുന്ന അഭിമന്യരായ ഉസ്താദുമാർ, എനിക്ക് ഏറ്റവും ആദരം നിറഞ്ഞ ഫരീദ് സാഹിബ് അടക്കമുള്ള നേതാക്കൾ, സമസ്തയുടെയും SKSSFന്റെയും മറ്റു പോഷക സംഘടനകളുടെയും വിശിഷ്ടരായ സംഘാടക സുഹൃത്തുക്കൾ, ഇതര മതസ്ഥരായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ മഹത്തായ സദസ്സിൽ സംബന്ധിക്കാൻ എനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യത്തിന് അവനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറ. വളരെ മനോഹരമായ ഈ സായാഹ്നത്തിൽ കേരളത്തിലെ ആധികാരിക മുസ്ലിം പണ്ഡിത പ്രസ്ഥാനമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജീവസുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF എറണാകുളം ജില്ലാ കമ്മിറ്റി ഈ പ്രദേശത്ത് റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് നടത്തിയ ഈ മഹത്തായ സംഗമം അഭിമാനകരമായി വിജയകരമായി ഇവിടെ പര്യവസാനിക്കാനിരിക്കുകയാണ്. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന ഉദാത്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ 10 വർഷങ്ങളിലായി നടന്നുവരുന്ന മനുഷ്യജാലികയുടെ സംഗമങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും ഗൾഫ് നാടുകളിലുമായി ഇന്ന് 40 കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. SKSSFനെ സംബന്ധിച്ചിടത്തോളം ഈ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ വിളംബരം ഒരു ആലങ്കാരികമല്ല, തികച്ചും അടിസ്ഥാനപരമായി
ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാനുസൃതമായ അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പാരമ്പര്യത്തിലൂന്നിയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത്. ഇങ്ങനെ കേവലം റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചുള്ള ഒരു സംഗമം എന്ന് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ മദ്രസകളിലും ചെറുപ്പത്തിലെ പിഞ്ചു പൈതങ്ങൾക്ക് ഈ മഹത്തായ സന്ദേശം, മതങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യരെന്ന ബോധത്തോടുകൂടെ എല്ലാ മനുഷ്യരെയും ആ ബോധത്തിൽ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കാണാൻ സാധിക്കണമെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വവും വിശ്വാസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ നന്മയുടെ പാതയിൽ ജാലിക തീർക്കാൻ ഈ വിശ്വാസികൾ ഓടിയെത്തിയത്. ഈ പ്രൗഢമായ സദസ്സ് സൂചിപ്പിക്കുന്നത് പോലെ ഇതിന്റെ സന്ദേശം നമ്മെ നഗരപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഗ്രാമാന്തരങ്ങളിലേക്കും ഊടുവഴികളിലേക്കും പീഡികത്തിണ്ണകളിലേക്കും ചെറിയ ചെറിയ കൂരകൾക്കകത്തേക്കും ചെല്ലേണ്ട വളരെ അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ അത് സൂക്ഷിച്ചു വെച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടമാടിയിട്ടുള്ള ഏറ്റവും വലിയ ആപൽക്കരം എന്ന് പറഞ്ഞാൽ പോലും അത് യോജിച്ചതാവില്ല. അതിനേക്കാൾ മൃഗീയമായ രൂപത്തിലുള്ള പ്രവണതകൾ ഈ രാജ്യത്ത് നടമാടി. ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുവരെ കേൾക്കാൻ സാധിച്ചതെങ്കിൽ ഈ അടുത്തായി അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ അപക്രമതികളുടെ കൽപ്പനകൾ കേരള മണ്ണിനെയും വിഷലിപ്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആലുവയുടെ മണ്ണിലാണ് നിൽക്കുന്നത്. ഈ ആലുവയുടെ മണ്ണ് സൗഹാർദ്ദത്തിന്റെ തേനാറൊഴുകിയ മണ്ണാണ്. മതസൗഹാർദ്ദ സമ്മേളനങ്ങൾക്ക് വേദിയായ കടപ്പുറങ്ങൾ ഹൈന്ദവ നേതാക്കന്മാർ ഇവിടെ സൗഹൃദത്തിന്റെ വഴിയിൽ മറ്റു മതസ്ഥരോടൊപ്പം ഒത്തുചേർന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. മതസൗഹാർദ്ദം എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ വാക്ക്. അദ്ദേഹം ഈ ആലുവയുടെ മണ്ണിൽ തന്നെ മതസൗഹാർദ്ദ സമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞത്, മതസൗഹാർദ്ദം എന്നുള്ളത് വാദിക്കാനും ജയിക്കാനുമുള്ള ഒന്നല്ല. മതസൗഹാർദ്ദം എന്നുള്ളത് വാദിക്കാനും ജയിക്കാനുമെന്നുള്ളതല്ല, അറിയിക്കാനും അറിയാനുമുള്ളതാണ്. അറിയാനും അറിയിക്കാനുമുള്ളതാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് സൗഹാർദ്ദ സമ്മേളനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വലിയ സന്ദേശത്തോടൊപ്പം ഒത്തുചേർന്നിട്ടുള്ളവരാണ് ഇവിടുത്തെ എല്ലാ മതവിഭാഗക്കാരും. ഈ രാജ്യം ഇന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. ജനുവരി 26. സത്യത്തിൽ എന്താണ് റിപ്പബ്ലിക്? രാജ്യത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണ് എന്നതാണ് റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. എ സ്റ്റേറ്റ് ഇൻ വിച്ച് സുപ്രീം പവർ ഈസ് ഹെൽഡ് ബൈ ദി പീപ്പിൾ ആൻഡ് ദെയർ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ മുഖേന നടപ്പാക്കുന്ന ഭരണ സമ്പ്രദായത്തിനാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ആ വലിയ ജനാധിപത്യ സംഹിതയിലേക്ക്, സമ്പ്രദായത്തിലേക്ക് ഇന്ത്യ രാജ്യം കടന്നു വന്നത് 1950 ജനുവരി 26. 1947 ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയെങ്കിലും 47 മുതൽ 1950 വരെയുള്ള ആ 3 വർഷ കാലയളവിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നടന്നിരുന്ന ഭരണം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചുള്ള ഭരണമായിരുന്നു. അതിനുശേഷമാണ് B.R. അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടന നിർമ്മിക്കാൻ B.R. അംബേദ്കറെ 1940 ആഗസ്റ്റ് 29 ചുമതലപ്പെടുത്തിയെങ്കിലും അത് സംബന്ധമായുള്ള ചർച്ചകൾ വർഷങ്ങളോളം നീണ്ടുനിന്നു എന്നാണ്. 2 വർഷക്കാലം ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിൽ, ഇന്ത്യയുടെ പാർലമെന്റിൽ 2 വർഷക്കാലം 166 ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത്ര വലിയ വിശാലമായി
കിടക്കുന്ന ഒരു വലിയ വിഹായസ് പോലെയായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന രാജ്യത്തിന് നൽകിയിട്ടുള്ളത് ഏറ്റവും വലിയ സുസ്ഥിരമായ എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ മതസ്ഥരെയും എല്ലാ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന ഉജ്ജ്വലമായ ഭരണഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കളിയാക്കിയവർക്ക് മുമ്പിൽ രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കുന്നവർ ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ മാർഗമാണ് ഈ ഭരണഘടന എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ഏകത്വം എന്നുള്ളത് വൈവിധ്യങ്ങളെ ഒത്തുചേർക്കുമ്പോഴാണ്. ഏകത്വം എന്നുള്ളത്, സൗഹാർദ്ദം എന്നുള്ളത് വിവിധങ്ങളായ ഞാൻ പറയട്ടെ, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് പോലും യോജിച്ചതല്ല എന്നാണ് എന്റെ അഭിപ്രായം. മതസൗഹാർദ്ദത്തിന് പകരം മാനവ മൈത്രി എന്നോ മനുഷ്യ സൗഹാർദ്ദമെന്നോ നമ്മൾ പേര് തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം മതങ്ങൾ വേറെ തന്നെയാണ്. ഇസ്ലാം മതവും ക്രിസ്തുമതം ഹിന്ദുമതം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പ്രത്യേകമായ അനുശാസനങ്ങളും അതിന്റെ രീതികളും ഒക്കെ വ്യത്യസ്തമാണ്. മതങ്ങൾ ഒന്നാണ് എന്ന് പറയേണ്ടതില്ല, മനുഷ്യരൊന്നാണ്. ആ സന്ദേശം ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ വെളിച്ചമാണ് ഇന്ത്യ രാജ്യത്തിന്റെ സൗഹൃദത്തിന്റെ വെളിച്ചം. 800 കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിം രാജാക്കന്മാർ അവരൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത അസഹിഷ്ണുതയുടെ വഴിയാണ് പിൽക്കാലത്ത് പ്രകടിപ്പിക്കപ്പെട്ടത്. ഈ രാജ്യം മുഗളന്മാരുടെ അവസാനത്തെ രാജാവായിരുന്ന ബഹദൂർ ഷാ സഫറിന്റെ കൂടെ 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും മംഗൽ പാണ്ഡയുമൊക്കെ ഒന്നിച്ചിരുന്നു കൊണ്ടല്ലേ പോരാട്ടം നടത്തിയത്. തുളസീദാസ്, ഈ രാജ്യത്തിന്റെ ചരിത്രത്തില് വലിയ സ്ഥാനമുള്ള തുളസീദാസ് 1543 ജനിക്കുകയും 1621 നിര്യാതനാവുകയും ചെയ്ത തുളസീദാസ്, അദ്ദേഹം ചരിത്രം എഴുതിയിട്ടുണ്ട്, ചരിത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ, അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ തന്നെയല്ലേ ബാബറി മസ്ജിദിന്റെ വിവാദമുണ്ടായത്. ബാബർ ക്ഷേത്രം തകർത്തിട്ടാണ് മസ്ജിദ് ഉണ്ടാക്കിയത് എന്ന ഒരു ചരിത്ര ശകലം പോലും ഒരിടത്തും തുളസീദാസ് സൂചിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെയൊക്കെ മറച്ചുവെച്ചുകൊണ്ട് ഈ രാജ്യത്ത് സമാധാനം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയെടുത്ത ചരിത്ര വക്രീകരണത്തിലൂടെ ഇവിടെ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് അവർ നേരത്തെ കാലെ കൂട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ അലയൊലികളാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരൊറ്റ രാത്രി, അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ഒരു പ്രഖ്യാപനത്തിലൂടെ ഈ രാജ്യത്തിന്റെ ഭരണത്തിലാ കേന്ദ്രം നിയന്ത്രിക്കുന്ന വ്യക്തി രാജ്യത്തുള്ളവർ മുഴുവൻ യാചകരെ പോലെ ക്യൂ നിൽക്കണമെന്ന് ഒരു നിമിഷം കൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ച് രാജ്യത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം. ഇവിടെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നവരില്ലേ, ഞാൻ തീവ്രമായി പറയുകയില്ല. സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഭാഷയെ അട്ടിമറിക്കാൻ ആരാണ് ശ്രമിക്കുന്നത് എന്ന് ചരിത്രബോധമുണ്ടെങ്കിൽ പഠിക്കണം. രാജ്യത്തിന്റെ രാഷ്ട്രശില്പിയെ കൊന്നൊടുക്കി ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രപിതാവ് 1947 ആഗസ്റ്റ് 14 രാത്രി മിഡ്നൈറ്റിൽ, അർദ്ധരാത്രിയിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാവാൻ പ്രഖ്യാപിക്കപ്പെടാനിരിക്കുന്ന ജവഹർലാൽ നെഹ്റു സന്തോഷത്തോടുകൂടെ പാർലമെന്റിൽ മുഴക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതാ ഈ വലിയ രാജ്യം മുഴുവൻ എല്ലാ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇതാ രാജ്യം പുതിയ ഉണർവിലേക്ക്, പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നു എന്ന് സുമോഹനമായ വർത്തമാനങ്ങൾ പറഞ്ഞ് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിലെ വിശ്വാസികളെ മുഴുവൻ സന്തോഷിപ്പിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ പ്രസംഗം നടക്കുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മജി ഡൽഹിയിലുള്ള തെരുവോരങ്ങളിലൂടെ നടക്കുകയായിരുന്നു. മഹാത്മജിയോട് പത്രക്കാർ ചോദിച്ചു, എന്തേ മഹാത്മജി അങ്ങീ സന്തോഷിക്കുന്ന വേളയിൽ പാർലമെന്റിന്റെ അകത്തേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ മഹാത്മജി പറഞ്ഞത്, എനിക്ക് എന്റെ വിഷമം തീർന്നിട്ടില്ല, എന്റെ പ്രയാസം തീർന്നിട്ടില്ല. അവിടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കട്ടെ, പക്ഷെ ഈ തെരുവോരങ്ങളിൽ കൊല ചെയ്യപ്പെടുന്നത്, അറുകൊല ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ പാവപ്പെട്ട സമൂഹമാണ്. അവർക്ക് വേണ്ടിയുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് എന്ന് പ്രഖ്യാപിച്ച മഹാത്മജിയുടെ നെഞ്ചത്തേക്ക് നിറയൊഴിച്ചവർ ആദരിക്കപ്പെടുന്ന ചുറ്റുപാട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദുവായ, ഇന്ത്യ കണ്ട ഏറ്റവും
വലിയ ഹിന്ദുവായ ഇന്ത്യ രാജ്യക്കാരനാണെന്ന് എനിക്കും നിങ്ങൾക്കും ഏതൊരു മുസൽമാനും ഏതൊരു ക്രൈസ്തവനും ഏതൊരു ഹിന്ദുവിനും ഇന്ത്യ രാജ്യക്കാരനെന്ന് ലോകത്തിന് മുന്നിൽ അഭിമാനം പറയാനുള്ള എല്ലാ വഴികളും തുറന്നു തന്നിട്ടുള്ള മഹാത്മ രാഷ്ട്രപിതാവ്, ആ രാഷ്ട്രപിതാവിനെ ബലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നോട്ട് വിവാദം അവസാനിച്ചു എന്ന് പറയുമ്പോഴേക്ക് രാഷ്ട്രപിതാവിനെ നമ്മുടെ കറൻസിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ വരെയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാലിക ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം, ജാലിക ഉയർത്തിപ്പിടിക്കുന്ന സൗഹൃദത്തിന്റെ സന്ദേശം അത് നമ്മുടെ യോഗങ്ങളിലും നമ്മുടെ സംഗമങ്ങളിലും മാത്രം ഒതുങ്ങാതെ എല്ലാ ഊടുവടികളിലേക്കും എത്തിക്കട്ടെ. ഇസ്ലാം സമാധാനത്തിന്റെ ശാന്തിയുടെ മതമാണ്. അത് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ രാജ്യത്തേക്ക് കടന്നു വന്നവരും പഠിപ്പിച്ചിട്ടുള്ളൂ. ഇന്നും ഇന്ദ്രപ്രസ്ഥത്തിന്റെ മണ്ണിൽ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ഡേയിൽ അതിഥിയായി വന്നിട്ടുള്ള അബുദാബിയിലെ കിരീടാവകാശി, അബുദാബിയിലെ കിരീടാവകാശി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചിന്തിക്കണം, നിങ്ങൾക്ക് അദ്ദേഹത്തെ അതിഥിയായി ആദരവോടുകൂടെ ക്ഷണിക്കാൻ തോന്നിയിട്ടുള്ള കാരണമെന്താ? ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സൗഹൃദമാണ്. ബാബരി മസ്ജിദിന്റെ തങ്കത്താഴിക കുടങ്ങൾ തച്ചു തകർത്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള അധികാരാരോഹണത്തിന്റെ തുടക്കം കുറിച്ചതെങ്കിൽ അബുദാബിയിലെ കിരീടാവകാശി നിങ്ങൾക്ക് മുമ്പിൽ കൈവച്ചു തന്നിട്ടുള്ളത് അബുദാബിയുടെ മണ്ണിൽ പൂർണ്ണമായും ഇസ്ലാമികമായ ഭരണഘടനയുള്ള അബുദാബിയുടെ മണ്ണിൽ വലിയ ക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് സംഭാവന ചെയ്തുകൊണ്ടല്ലേ? നിങ്ങളാണ് അഭിമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ മുസ്ലിങ്ങളോട് ചേർന്നുകൊണ്ട് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പൂർവ്വകാല മുസ്ലിംകളുടെ ചരിത്രത്തെ വളച്ചൊടിക്കാതെ രാജ്യ നന്മക്കൊപ്പം നിന്നവരാണ് ഈ സൗഹാർദ്ദത്തിന്റെ സ്നേഹത്തിന്റെ വഴിയിൽ മാതൃക കാണിച്ചു തന്ന മുസ്ലിങ്ങളെന്ന് ഇന്ത്യ രാജ്യത്തെ നിങ്ങളുടെ ആളുകളോട് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ വിനയത്തോടുകൂടെ പറയാനുള്ളത്. എത്ര അസഹിഷ്ണുതകളുണ്ടായി, ആരും അതിനെതിരെ പ്രതികരിച്ചില്ല. ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്തൊക്കെ വൈതരണികൾ. ഇവിടെ കറൻസി വിവാദത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടില്ലേ? നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടില്ലേ? ആരും എങ്ങോട്ടും ഒളിച്ചോടാൻ പറഞ്ഞില്ല, ഒളിച്ചോടാൻ പറഞ്ഞില്ല. രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രതിസന്ധി വന്നപ്പോ അത് തീർത്താൽ തീരാത്ത പ്രതിസന്ധിയാണ് എന്ന് പൊതുമുഖമുള്ള ആളുകൾ പറഞ്ഞപ്പോഴേക്ക് പാകിസ്ഥാനിലേക്ക് പോവാൻ MT വാസുദേവൻ നായരെ പോലെയുള്ള റെസ്പെക്ട് നേടിയ, എല്ലാ സമൂഹത്തിനും ആദരവ് നേടിയ എഴുത്തുകാരനെ പോലെ ആ എഴുത്തുകാരനെ പോലും അരികിലാക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കി. ഇവിടെ ഇനിയും വലിയ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനാണ് രാജ്യത്തിന്റെ ഭരണകേന്ദ്രം കിട്ടുന്നവർ വരെ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം. മദ്ഹബ് നഹീ സിഖാത आपस में बैर रखना, हिंदी है हम वतन है, हिंदू सिपाह हमारा. ഇന്നും റിപ്പബ്ലിക് ഡേയിൽ നമ്മുടെ പട്ടാളം, ഇന്ത്യയുടെ പട്ടാളം ചുവട് വെച്ചത് അല്ലാമാ ഇഖ്ബാലിന്റെ ഈ വരികളുടെ ഈണത്തിലല്ലേ? മദ്ഹബ് നഹീ സിഖാത, ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ആപസ് മേ ബൈർ റഖന, പരസ്പരം ഏറ്റുമുട്ടാൻ പഠിപ്പിക്കുന്നില്ല. ഹിന്ദി ഹേ ഹം വതൻ ഹേ, ഇന്ത്യ നമ്മൾ ഒന്നിച്ചു ഒരേ രാഷ്ട്രക്കാരാണ്, നമ്മുടെ സ്വദേശമാണ്. ഹിന്ദി ഹേ ഹം വതൻ ഹേ, നാം ഒന്നിച്ചുള്ള ദേശക്കാരാണ് ഇന്ത്യ രാജ്യത്തിന്റെ. ഹിന്ദി ഹേ ഹം വതൻ ഹേ, ഹിന്ദു സിതാ ഹമാരാ. गोदी में खेलती है उसकी हजारों नदियां, गुलशन है जिनके दम से रश्के जिना हमारा. ഗോദി മേ കേൽത്തി ഹേ, എത്ര മനോഹരമാണ് വരികൾ, എത്ര മനോഹരം. ഗോദി മേ കേൽത്തി ഹേ ഉസ്കി ഹസാറോ നദിയാ, ഉസ്കി ഗോദി മേ ഹസാറോ നദിയാ കേൽത്തി ഹേ. ഇന്ത്യ രാജ്യത്തിന്റെ മടിത്തട്ടിൽ, ഇന്ത്യ രാജ്യത്തിന്റെ മടിത്തട്ടിൽ ആയിരക്കണക്കിന് നദികൾ ഒഴുകുന്നത് പോലെ വിവിധങ്ങളായ ഭാഷകൾ സംസാരിക്കുന്നവർ, 23 ഔദ്യോഗിക ഭാഷ തന്നെ ഉണ്ട് ഇന്ത്യ രാജ്യത്ത്. നൂറുകണക്കിന് മതങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളുമായി നൂറുകണക്കിന് നൂറിലേറെ വിഭാഗങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഇതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രനിർമ്മിതിയും ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുകയില്ല. പരിശുദ്ധ ഇസ്ലാം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇസ്ലാമിൽ നിർബന്ധ മതപരിവർത്തനമില്ല. നിർബന്ധിച്ച് നീ ഇസ്ലാമാവട, നീ മുസ്ലിമാവ് എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാവില്ല. നിനക്കിതാ കോടികൾ തരാം, നീ മുസ്ലിമാവെന്ന് പറഞ്ഞാൽ അവൻ ഷഹാദത്ത് കലിമ നിർബന്ധിതനായി ചൊല്ലിയാലും അവൻ മുസ്ലിമാവുന്നില്ല. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം, ഇതാ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. പിന്നെ എന്തിനാ ഇവർ ഒച്ചവെക്കുന്നത്? ഞാൻ വരുന്നത്
ഫൈസൽ എന്നൊരു സഹോദരൻ കൊല്ലപ്പെട്ട നാട്ടിൽ നിന്നാണ്. കൊടിഞ്ഞിയിലെ ഫൈസൽ, പാവപ്പെട്ട സഹോദരൻ. അദ്ദേഹത്തെ ആരും പ്രേരിപ്പിച്ചതല്ല, സ്വന്തമായി പരിശുദ്ധ ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ വെളിച്ചമുള്ള ജീവിതം ഖബറിൽ കൊടുക്കുമാറാവട്ടെ. എത്ര പേർ ഗൾഫിൽ പോകുന്നു. ഗൾഫിൽ നിന്നാണ് ആ സഹോദരൻ മുസ്ലിമായത്. ഈ ഉള്ളവൻ 8 വർഷക്കാലം ബഹ്റൈനിലായിരുന്നു. അടുത്താണ് വന്നത്. ബഹ്റൈനിൽ വലിയ ചർച്ചുണ്ട്, വലിയ അമ്പലമുണ്ട്. യാതൊരുവിധ സ്വാതന്ത്ര്യക്കുറവുമില്ലാതെ ദസ്തൂറുന ഇസ്ലാം എന്ന് ദേശീയ ഗാനത്തിൽ വരെ ചേർത്തിട്ടുള്ള ബഹ്റൈനിൽ ക്ഷേത്രങ്ങളുണ്ട്. ആലോചിക്കണം. ദസ്തൂറുന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭരണഘടന ഇസ്ലാം എന്ന് ദേശീയ ഗാനത്തിലുള്ള ബഹ്റൈനിൽ അവിടെ ക്ഷേത്രങ്ങൾ, ചർച്ചുകൾ എല്ലാം പ്രവർത്തിക്കുന്നു. ഇത് ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടാണ്. അത് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളതാണ്. നജറാനിൽ നിന്നുള്ള ക്രൈസ്തവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ചുരുക്കുകയാണ്, ഫിലിസ്തീനിൽ ചെന്നപ്പോ ക്രിസ്ത്യാനികൾ സ്വീകരിച്ചു. നിസ്കാര സമയമായപ്പോൾ ഖലീഫക്ക് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഞാൻ നിസ്കരിക്കാൻ തയ്യാറല്ല. അവിടെ ഞാൻ നിസ്കരിച്ചാൽ പിൽക്കാലത്ത് വരുന്നവർ ഞങ്ങളുടെ ഖലീഫ നിസ്കരിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് സംഘർഷമുണ്ടാക്കിയേക്കാം. ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ ഹിംസിൽ ഗവർണറാണ് ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു. ഗവർണറായ ഉമൈർ തന്റെ നാട്ടിലുള്ള അമുസ്ലിമായ ഒരു സഹോദരനോട് ഒച്ച സംസാരിച്ചു. അയാളോട് അല്പമൊന്ന് ദേശത്തോടുകൂടെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ അതിൽ വിഷമം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഉമൈർ ഇബ്നു സഅദ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. ഇതിന് കീഴിൽ ഒരു അമുസ്ലിമായ ഒരാളോട്, ഒരു ദിമ്മിയായ അവിശ്വാസിയോട് ഞാൻ ഇന്നത് പറഞ്ഞുപോയി, എനിക്കതിൽ വല്ലാത്ത പ്രയാസമായി, അതുകൊണ്ട് ഞാൻ ഈ സ്ഥാനം രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞ് രാജി എഴുതി കൊടുത്ത ഉമൈർ ഇബ്നു സഅദിന്റെ മാതൃക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആട്ടുമാംസം ഖാദിമായ തന്റെ വീട്ടിലെ ഖാദിമിനോട് ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹം ആട്ടുമാംസം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദര, താങ്കളുടെ പാവപ്പെട്ട അയൽക്കാരനായ ജൂതനെ മറന്നു പോകരുത്, അയാൾക്ക് കൂടെ ഭക്ഷണം കൊടുക്കണം. ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുമ്പോ അവിടുത്തെ പടയണ്ടി ആരുടെ കയ്യിലായിരുന്നു? ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു. ഇങ്ങനെ എത്ര ചരിത്രങ്ങൾ. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ വീട്ടിൽ പഠിച്ചിരുന്ന അവിടുത്തെ ശിഷ്യഗണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഗസ്സാലി ഇമാം തങ്ങൾ പറയുന്നത് എഴുതി വെക്കുന്നുണ്ട്, നോട്ടുകളായി എഴുതി വെക്കുന്നുണ്ട്. എല്ലാ ദിവസവും എലി വന്നു തിന്നും. എലികൾ വന്നുകൊണ്ടത് നശിപ്പിക്കും. മഹാനവറുകൾ എഴുതി കൊടുക്കുന്നതും അവർ എഴുതിയെടുക്കുന്നതുമൊക്കെ ശല്യമായപ്പോ ശിഷ്യന്മാർ പറഞ്ഞു, ഉസ്താദേ, ശൈഖ് അവറുകളെ, നമുക്ക് പൂച്ചയെ വളർത്തിയാൽ എലി ശല്യം ഉണ്ടാവുകയില്ലല്ലോ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ പൂച്ചയെ വളർത്തരുത്. കാര്യമെന്താണെന്നറിയാതെ ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്താണ് ശൈഖ് അവറുകളെ, നിങ്ങൾ എന്തിനാണ് പൂച്ചയെ വളർത്തരുതെന്ന് പറഞ്ഞത്? മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പൂച്ചയെങ്ങാനും ഇവിടെ വളർന്നു വരുന്നതിന് എനിക്ക് യാതൊരു തകരാറുമില്ല, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ പൂച്ചകൾ വന്ന് ഇവിടെ വളരുമ്പോ ഈ എലികളെല്ലാം തന്നെ തൊട്ടടുത്ത അയൽപക്കത്തെ വീടുകളിലേക്ക് പോകും. എന്റെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ പ്രൂഫ് ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം ഗസാലി. ചരിത്രത്തെ പഠിക്കണം. വക്രീകരിക്കുന്നവരെ മനുഷ്യരെന്ന ബോധത്തെ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഒരു സഹോദരന്, പാവപ്പെട്ട ഒരു സഹോദരന് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി മരിച്ചിട്ട് ആ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും കിട്ടാതെ കിലോമീറ്ററുകൾ നടന്നത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കണ്ടുപോ. ഇങ്ങനെയുള്ള മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുന്ന, കണ്ണീർ കുടിപ്പിക്കുന്ന പ്രശ്നങ്ങൾ രാജ്യത്ത് നിലനിൽക്കുമ്പോഴും രാജ്യത്തെ ഒരു വിഭാഗത്തോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുകയോ? ഞങ്ങൾ പറയുന്നു, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു, ഈ രാജ്യത്തിന്റെ നന്മയോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്ന് 95% വരുന്ന ഇവിടുത്തെ മറ്റു മതസ്ഥരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്തീയരും എല്ലാം തന്നെ
ആ വിഭാഗത്തോടൊപ്പം ഒത്തുചേർന്നുകൊണ്ട് തന്നെ ഈ പാരമ്പര്യ വിശ്വാസത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ സൗഹൃദത്തിന്റെ മണ്ണിനെ അതേ പൊന്നുപോലെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ വിശ്വാസം പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഞങ്ങളുടെ മതം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ മതവിശ്വാസത്തിന്റെ അടിത്തറയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യഥാർത്ഥ മതവിശ്വാസികളായി സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഇന്ത്യയെ ഒന്നുകൂടി ശക്തമായി കോർത്തിണക്കാൻ സമരസജ്ജരായി SKSFന്റെ മക്കൾ ശക്തരായി ഇവിടെ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കടന്നു വന്ന മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് കുടുംബം ഒന്ന് മാത്രം മതി. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, കോട്ടുമല ബാപ്പു ഉസ്താദ് അടുത്താണ് വഫാത്തായത്. അതുപോലുള്ള മഹാരഥന്മാർ അവരൊക്കെയാണ് നമുക്ക് ഈ വെളിച്ചത്തിന്റെ സന്ദേശം നൽകിയവർ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഈ സംഗമത്തിന് നന്ദി പറയാൻ വേണ്ടി സംഘാടകർക്ക് വേണ്ടി സിയാദ് ചന്ദ്രയ്ക്ക് അവരുകളെ ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സംഗമത്തിൽ പങ്കാളികളായ ഇതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന്